ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ അസ്വസ്ഥയാണ്. ബിക്കോസ് ഇവിടെ ഒരു കിംബതി വരുന്നിട്ടുണ്ട്. എനിക്ക് എന്താണോ കഴിക്കാൻ തോന്നിയത് അതാണ് ഞാൻ അന്നത്തെ കണ്ടന്റ് ആക്കുന്നതെന്നുള്ളത്. അപ്പോൾ കഴിക്കുകയും ചെയ്യാം, വീഡിയോ ചെയ്യുകയും ചെയ്യാം. ഇതാണ് എല്ലാവരും പറയുന്നത്. നിങ്ങൾക്ക് ഇത് തോന്നുന്നുണ്ടോ? ബട്ട് ഇന്ന് ഐ വാസ് ക്രേവിങ് ഫോർ സം മാഗി. അപ്പം ഞാൻ കരുതി അതിൽ വിഷയമാക്കാമെന്ന്. നെസ്ലെ മാഗി ലോഞ്ച് ചെയ്യുന്നത് 1983 ആൻഡ് ബൂം, ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സിലെല്ലാം മാഗി നിറഞ്ഞു. അന്നത്തെ എല്ലാ ഹൗസ് ഹോൾഡ്സിലും മാഗി ഉണ്ടാവും. मम्मी ने मैगी पैकेज खोला, पीछे से तब किसना बोला मत बनाओ, इस बार नंबर अच्छे नहीं आए. 2 मिनट में बाहर आया, देख के मैगी समझ न पाया. मम्मी ने फिर पास बुलाया और प्यार से उसे बताया, क्या सच बोलने के तो पूरे नंबर मिलने चाहिए ना. പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ നെസ്ലെ പ്രോഡക്റ്റിൻ്റെ കൂടെ അവരുടെ ലോഗോൻ്റെ ഷേപ്പിലുള്ള ഒരു ടിഫിൻ ബോക്സ് ഫ്രീ കൊടുക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു മാഗീൻ്റെ കൂടെ തന്നെയാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ സ്കൂളിൽ മാഗി ആ ബോക്സിലിട്ട് ടിഫിൻ കൊണ്ടുപോയിട്ടുള്ളത്. ആൻഡ് അന്നത്തെ കാലത്തെ പരസ്യം നോക്കുകയാണെങ്കിൽ ബച്ചേട്ടൻ്റെ ഒരു പരസ്യമുണ്ട്. ഇപ്പൊ കണ്ട ബച്ചേട്ടനെ പോലുണ്ട്. ഒരു കുഞ്ഞി മോന് അവൻ്റെ അമ്മ ഒരു 5 രൂപ കൊടുക്കും. അവനത് കടയിൽ പോയി കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു 5 രൂപയുടെ മാഗി വാങ്ങി അവൻ തിരിച്ചത് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കും. അമ്മ അവന് മാഗി ഉണ്ടാക്കി കൊടുത്ത് അവൻ സന്തോഷത്തോടെ കഴിക്കുന്നത്. ആ പരസ്യത്തിൻ്റെ എൻഡിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അമ്മ 2 ബൗളിലായിട്ട് മാഗി ബച്ചേട്ടനും ആ കുട്ടിക്കും കൊണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ വിഷ്വൽ എന്താണെന്ന് വെച്ചാൽ ഈ അമിതാഭ് ബച്ചൻ കുറച്ച് കുട്ടികൾക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കാം. അത് റോങ് ഡൂയിങ് അല്ലേ? അത്രയും കുട്ടികൾ നോക്കി നിൽക്കെ മോനും ബച്ചേട്ടനും മാത്രം കൊണ്ടാണ് നൂഡിൽസ് കൊടുത്തത് അല്ലേ? നിങ്ങൾ പറ. നീ ചെയ്തത് തെറ്റ്. പക്ഷേ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ മാഗിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന കവറിൽ കാണുന്ന സാധനമാണ് 2 മിനിറ്റ്സ് എന്നുള്ള സാധനം. എനിക്ക് ഇന്നേ വരെ 2 മിനിറ്റിൽ പെർഫെക്റ്റ്ലി കുക്ക് മാഗി കിട്ടിയിട്ടില്ല. 2 മിനിറ്റിനുള്ളിൽ തിന്നു തീർക്കാൻ പറ്റും, ഐ ക്യാൻ ഡു ദാറ്റ്. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ 2 മിനിറ്റിനുള്ളിൽ പെർഫെക്റ്റ്ലി കുക്ക് മാഗി? എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ്സ് എങ്കിലും മിനിമം എടുക്കുന്നുള്ളത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പണ്ടത്തെ പരസ്യങ്ങൾ ഒരു നൊസ്റ്റാൾജിക് സാധനം തന്നെയാണ്. तो अपने फेवरेट 2 मिनट नूडल्स के साथ जोड़कर दे दीजिए 2 मिनट देश की सफाई के नाम. ഇത്രയൊക്കെയായിട്ടും അത്രയും പോപ്പുലർ ആയിക്കൊണ്ടിരുന്ന ഒരു ബ്രാൻഡ് 2015 പെട്ടെന്ന് അങ്ങ് വാനിഷ് ആയി. പെട്ടെന്ന് ഒരൊറ്റ ദിവസം കൊണ്ട്. അതായത് ഇവിടുത്തെ ലോക്കൽ ലാബ്സ് മാഗിനകത്ത് ഹൈ കണ്ടന്റ് ഓഫ് ലെഡ് ഉണ്ടെന്ന് കണ്ടെത്തി. ഓൾമോസ്റ്റ് 17.2 പാർട്സ് പെർ മില്യൺ ലെഡ് കണ്ടന്റ് ഉണ്ടെന്നാണ് ലാബ് റിപ്പോർട്ട്സ് പറഞ്ഞത്. പാർട്സ് പെർ മില്യൺ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ചെറിയ സാധനമല്ലേ? പക്ഷെ അല്ല, പെർമിസിബിൾ ലിമിറ്റിനേക്കാളും 7 ടൈപ്സ് കൂടുതൽ തന്നെയായിരുന്നു. സോ ഒറ്റ ദിവസം കൊണ്ട് മാഗി അങ്ങ് ബാൻ ആക്കി. ഈവൻ സെലിബ്രിറ്റീസ്, അതായത് ഇവരുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ട് നിന്നിട്ടുള്ള സെലിബ്രിറ്റീസിന് വരെ ലീഗൽ ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നു. ബട്ട് നെസ്ലെ വിടോ, നമ്മുടെ സാധനം സേഫ് ആണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം വിത്തിൻ ലിമിറ്റ് ആണ് പറഞ്ഞ് അവർ ഇന്റർനാഷണൽ ടെസ്റ്റിന് പോയി. ലോക്കൽ ലാബ്സിൽ നടന്ന ചെറിയൊരു മിസ്റ്റേക്ക് ആണെന്ന് അവർ ഓൾറെഡി പറഞ്ഞിരുന്നു. ആൻഡ് അവർ ജയിച്ചു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല ലാബ്സും പല ടെസ്റ്റിംഗ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിന്റെ റിസൾട്ട്സ് പലതായി വരുമ്പോഴാണ് ഈ കൺഫ്യൂഷനും പാനിക്കെല്ലാം ഉണ്ടായത്. ദെൻ ബോംബെ ഹൈക്കോർട്ട് ബാൻ എടുത്തു മാറ്റാൻ തീരുമാനിച്ചു. ബട്ട് ഇഫ് ദേ ക്ലിയർഡ് പറഞ്ഞിരിക്കുന്ന കുറച്ച് ടെസ്റ്റുകൾ ആൻഡ് ദേ ക്ലിയർഡ്. നവംബറിൽ, അതായത് 2015 നവംബറിൽ തന്നെ അവർ തിരിച്ചു വന്നു. ജൂണിലാണ് ബാൻ നടന്നത് ആൻഡ് നവംബറിൽ വെറും 6 മാസ കാലയളവിൽ 6 മാസം അവർ തിരിച്ചു വന്നു എന്നുള്ളതാണ്. അതാണ് ആ ബ്രാൻഡിന്റെ പവർ. ആൻഡ് അവർ തിരിച്ചു വന്നിട്ട് വിത്തിൻ 6 months അവർക്കുണ്ടായ നഷ്ടത്തിന്റെ 50% അവർ തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ്. ഈവൻ മാഗിയുടെ തിരിച്ചു വരവിൽ നമ്മുടെ ആൾക്കാർ, പബ്ലിക് മാഗി കംബാക്ക് പാർട്ടീസ് ഓൺലൈനായിട്ട് സ്റ്റോറി ഇട്ട് നല്ല രീതിക്ക് ആഘോഷിച്ചു. लाइट जला दे, प्लेट लगा दे, ढाबे की रौनक लौट के आ गई, आ गई, आ गई, आ गई. दिल खुश खुश खुशाम, दिल खुश खुश खुशाम, फिर स्माइल को. ആൻഡ് മാഗി ഇവിടെ വേറൊരു പെർഫെക്റ്റ് സ്ട്രാറ്റജി ഇറക്കിയിരുന്നു. ഒരു ക്യാമ്പയിൻ അങ്ങ് ഇറക്കി, വി മിസ് യു ടു ക്യാമ്പയിൻ. ആ ക്യാമ്പയിൻ്റെ ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വി മിസ് യു എന്നല്ല, വി മിസ് യു ടു എന്നാ പറഞ്ഞത്. നമ്മൾ നോർമലി 2 ആഡ് ചെയ്യുമ്പോൾ എന്താ, ഐ മിസ് യു പറയുമ്പോൾ തിരിച്ചും ഞങ്ങൾ മിസ് ചെയ്തു എന്നുള്ളതാണ്. സോ മാഗി നമ്മൾ പബ്ലിക്കിന്റെ ഫീലിങ്സിന്റെ കൺസേൺഡ് ആണ്, അല്ലെങ്കിൽ ഫീലിങ്സ് അവർ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളത് പബ്ലിക്കിന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് അവർ വി മിസ് യു ടു ക്യാമ്പയിൻ ഇറക്കിയത്.
हैप्पी पेट के लिए क्या क्या करना पड़ रहा है. आई मिस यू यार. क्या क्या करवाओगे यार, मिस यू यार. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈവൻ എ ട്രസ്റ്റഡ് ഐക്കോണിക് ബ്രാൻഡ് ക്യാൻ ഓൾസോ ഫേസ് ക്രൈസിസ്. പക്ഷെ കവലപ്പെടാതെ ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷനും ഇമോഷണൽ മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ ടോപ്പ് ആവാം. ഇവിടെ മാഗി ചെയ്ത ഇമോഷണൽ മാർക്കറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ വി മിസ് യു ടു ക്യാമ്പയിൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.